നമസ്കാരം. ജോലി തേടിയും നാട് കാണാനും എല്ലാമായി നിരവധി പേരാണ് ദിവസേന ദുബായിലെത്തുന്നത്. പലരും താമസത്തിനായി ബന്ധുക്കളുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയോ ആണ് തിരഞ്ഞെടുക്കുന്നത്. ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നത് വലിയ ചെലവായതുകൊണ്ടാണ് ബന്ധുക്കളുടെ കൂടെ താമസിക്കാൻ നിർബന്ധിതരാകുന്നത്. ദുബായിലെ പല വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കാറുണ്ട്. അടുക്കളയും ഡൈനിങ് ഹാളും പരസ്പരം ഷെയർ ചെയ്യും. ഇതാണ് രീതി. ചില കമ്പനികൾ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി ലേബർ ക്യാമ്പുകൾ ഒരുക്കാറുണ്ട്. ഇത്തരത്തിൽ താമസിക്കുന്നതിനെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. ദുബായ് ഉൾപ്പെടെയുള്ള എല്ലാ എമിറേറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ എത്താറുണ്ട്. പലരും ലേബർ ക്യാമ്പുകളിലോ കൂട്ടമായി ചേർന്ന് അപ്പാർട്ട്മെന്റുകളിലോ വീടുകളിലോ ഒക്കെ ആയിരിക്കും കഴിയുന്നത്. താമസത്തിന് വലിയ തുക മുടക്കാൻ കഴിയാത്തവരായിരിക്കും ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് പ്രവാസ ജീവിതം നയിക്കുന്നത്. എന്നാൽ ഇതിന് പ്രതിസന്ധി സൃഷ്ടിച്ച് പുതിയ നടപടികൾ മുന്നോട്ട് വെക്കുകയാണ് ദുബായ്. എമിറേറ്റിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും 5 ചതുരശ്ര മീറ്ററിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ അനുമതി നൽകുന്നുവെന്ന് ദുബായ് നിയമം അനുശാസിക്കുന്നു. ഈ അളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കഴിയുകയാണെങ്കിൽ അത് അമിത തിരക്കായി കണക്കാക്കപ്പെടും. ദുബായ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോഡ് പ്രകാരം താമസത്തിനോ പങ്കിട്ടുറങ്ങുന്നതിനുമുള്ള ഇടങ്ങൾക്കോ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഇടം 5.0 ചതുരശ്ര മീറ്ററാണ്. തൊഴിലിടങ്ങളിൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഇടം 3.7 ചതുരശ്ര മീറ്ററാണെന്ന് ദുബായ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നു. ഉടമയുടെ സമ്മതമില്ലാതെ വാടകയ്ക്കെടുത്ത കെട്ടിടം പങ്കിടുന്നത് വാടക നിയമത്തിന്റെ ലംഘനമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയ്ക്ക് പുറമെ വാടക കരാറുകൾ അവസാനിപ്പിക്കാൻ ഭൂവുടമയ്ക്ക് അവകാശമുണ്ടെന്നും പറയുന്നു. റീറ്റെയിൽ മാളുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സ്റ്റോറേജ് സൗകര്യങ്ങൾ, ഫാക്ടറികൾ തുടങ്ങി മറ്റ് റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾക്ക് പരമാവധി ശേഷി നിഷ്കർഷിക്കുന്ന സമാന നിയമങ്ങളും ദുബായിലുണ്ട്. ലബോറട്ടറികളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഒരു വ്യക്തിക്ക് 4.6 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ തന്നെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരെ ബാഗേജ് അലവൻസ് 20 കിലോഗ്രാമായി വെട്ടിക്കുറച്ചിരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ നടപടി നേരത്തെ നൽകിയത്. സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് 20 കിലോ ആയാണ് വെട്ടിക്കുറച്ചത്. നേരത്തെ ഇത് 30 കിലോ ആയിരുന്നു. അധിക ഭാരത്തിന് പണം നൽകേണ്ടി വരും. കടൽ കടന്നു പോകുന്നവരെല്ലാം പൊന്നു വാരുന്നില്ല. നാട്ടിലെ കിടപ്പാടവും എന്തിന് കെട്ടുതാലി പോലും പണയപ്പെടുത്തിയാണ് വിസ സമ്പാദിക്കുന്നത്. ഇതിനിടയിൽ തട്ടിപ്പിനും വെട്ടിപ്പിനുമെല്ലാം വിധേയരാകാം. വല്ല വിധേയനെയും ഗൾഫിലെത്തിയാലോ തല ചായ്ക്കാനൊരിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടാണ്. മിക്കവരും എത്തിപ്പെടുന്നത് ലേബർ ക്യാമ്പുകളിലാണ്. ക്യാമ്പ് എന്നാൽ സുഖസൗകര്യങ്ങളുടെ ധാരാളിത്തമുള്ള സ്ഥലമെന്നാണ് നാട്ടിലുള്ളവരുടെ ധാരണ. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? നാട്ടിലെ അൺറിസർവ്ഡ് ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഞെങ്ങി ഞെരുങ്ങി യാത്ര ചെയ്യുന്നത് പോലെയാണ് മരുഭൂമിയിലെ ലേബർ ക്യാമ്പുകളിൽ പ്രവാസികൾ കഴിയുന്നത്. ഫ്ളാറ്റുകളിൽ തങ്ങാൻ അനുവദനീയമായതിലും അധികം ആളുകൾ തങ്ങും. 2-3 കുടുംബങ്ങൾ അടുക്കള ടേൺ വെച്ച് പങ്കിട്ട് ഒറ്റ ഫ്ളാറ്റിൽ കഴിയുന്നു. എല്ലാം നാട്ടിലുള്ളവരുടെ പട്ടിണി അകറ്റാൻ, അല്ലെങ്കിൽ പണയമുതലിന് പലിശ അടയ്ക്കാൻ, അതുമല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാൻ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.